ഉച്ചയ്ക്ക് പോയ ക്രിസ്റ്റി വൈകിട്ടോടു കൂടിയാണ് എത്തിയത്. അവൻ വന്നപ്പോൾ ഹാള് തുറന്നു കിടക്കുകയായിരുന്നു. അത് കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് ആളിപ്പോയി. സേറ, അവൻ ഉറക്കെ വിളിച്ചു. പക്ഷെ അവൾ വിളി കേട്ടിരുന്നില്ല. അവൻ മുണ്ട് മടക്കി കുത്തി വെപ്രാളത്തോടെ അകത്തേക്ക് കയറി. ഹാളിൽ ടി വി ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ ഹാളിലും ഉണ്ടായിരുന്നില്ല. അവൻ അടുക്കളയിലും പോയി നോക്കി. അവിടെ അവളെ കണ്ടിരുന്നില്ല. അവസാനം അവൻ സംശയത്തോടെ ബെഡ്റൂമിൽ കയറി നോക്കിയതും ചുരുണ്ടുകൂടി കിടക്കുന്ന സേറയാണ് കണ്ടത്. സേറ, അവൻ ദേഷ്യത്തോടെ വിളിച്ചതും ഉറക്കത്തിലായിരുന്ന അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്താ? ആരാ? അവൾ ഉറക്കച്ചിവിടോടെ അവനോട് ചോദിച്ചു. നിന്റെ അപ്പൻ. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് പേടി തോന്നി. ഇച്ചായ, അവൾ പേടിയോടെ വിളിച്ചു. അത് കേട്ട അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു. സോറി, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഇനി മേലാലിത് ആവർത്തിക്കരുത്. എല്ലായിടും തുറന്നിട്ടിട്ടാണോടി ഇവിടെ വന്ന് കിടക്കുന്നത്? പുറത്തു പോയിട്ട് കയറി വരുന്ന ഞാൻ എന്താടി ചിന്തിക്കേണ്ടത്? പറയടി, ഞാൻ എന്താ ചിന്തിക്കേണ്ടതെന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചു. സോറി, ഞാൻ ഓർത്തില്ല. ചുമ്മാ കിടന്നതാ, ഉറങ്ങിപ്പോയി. അവൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം കണ്ട് പേടിയോടെ അവൾ കണ്ണുകൾ നിറച്ചു പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവനും വിഷമമായി. അവൻ അവളെ തള്ളി മാറ്റിയിട്ട് ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയത് കണ്ടതും അവൾക്ക് സങ്കടമായി. ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ട് കിടന്നപ്പോഴാണ് റൂമിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഹാളിൽ നിന്നും മുറിയിലേക്ക് വന്ന് നോക്കിയതും ഇത്രയായിരുന്നു. ഗിരിയേട്ടനുമായിട്ട് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിഷമത്തോടെ പറയുമായിരുന്നു അവൾ. അവളുടെ സങ്കടങ്ങൾ കേട്ട് അവളെ ആശ്വസിപ്പിച്ച് റൂമിൽ തന്നെ കിടന്നു. അവളെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഫോൺ വെച്ചിട്ട് വെറുതെ കിടന്നതാ. ഹാളിൽ ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു എന്ന് ഓർമ്മയില്ലായിരുന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇച്ചായൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ഞെട്ടി എഴുന്നേറ്റത്. ഇച്ചായൻ ഒരുപാട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാ അങ്ങനെ ദേഷ്യപ്പെട്ടത്. അവൾ നഖം കടിച്ചുകൊണ്ട് ഓരോന്നും ഓർത്തു. കർത്താവേ, ഇനി എങ്ങനെയാണോ എന്താ മുട്ടനാടിനെ ഒന്ന് മെരുക്കുന്നത്? ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ പിന്നെ എന്നെ ഭിത്തി നോക്കിയാൽ മതി. അവൾ ഓരോന്നും ആലോചിച്ച് കട്ടിലേക്കിരുന്നു. അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് റൂമിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് നടന്നു. അവൾ ഹാളിൽ ചെന്നപ്പോൾ അവൻ ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. ടി വിയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് നല്ല ദേഷ്യമാണ്. അത് അവളോടുള്ള ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കി ഒന്ന് ഉമിനീറിറക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. തൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് അവന് മനസ്സിലായെങ്കിലും അത് അവളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ തല ഉയർത്തി അവളെ നോക്കിയില്ല. അപ്പോഴും അവൻ ടി വിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചായ, അവൾ പതിയെ അവനെ വിളിച്ചു. എന്നാൽ അവൻ കേട്ടെന്ന് പോലും നടിച്ചില്ല. അവൻ ഒന്നും അനങ്ങാഞ്ഞതും അവൾ അവൻ്റെ അടുത്തേക്കിരുന്നു. ഇച്ച, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ തട്ടിമാറ്റി. ഇച്ചായ, ഞാൻ സോറി പറഞ്ഞില്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, സത്യം. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ തിരികെ ദേഷ്യത്തോടെ അവളെ നോക്കി. സോറി ഇച്ചായ. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. പോയൊരു ചൂട് ചായ ഇട്ടേച്ചു വാ. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. രാത്രിയിൽ ഗിരി പറഞ്ഞത് ഓരോന്നും ഓർത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്നു മിത്ര. മോളെ വാ, കഴിക്കാം. അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു. എനിക്ക് വേണ്ടമ്മ. അവൾ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. അതെന്തു പറ്റി? നിനക്ക് വയ്യായോ? ഉച്ചയ്ക്ക് അവിടുന്ന് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഒരേ കിടപ്പ് തന്നെ. എന്താ, സേറയായിട്ട് മോള് പിണങ്ങിയോ? അതോ അവിടെ ചെന്നപ്പോൾ അവൻ എന്തേലും പറഞ്ഞോ? അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല അമ്മ, വെയിൽ കൊണ്ടതുകൊണ്ടായിരിക്കും. വല്ലാത്ത ക്ഷീണം, തലയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ അമ്മ പെട്ടെന്ന് കഞ്ഞി ഉണ്ടാക്കട്ടെ, മോളത് കുടിച്ചിട്ട് കിടക്ക്. അവരൊരു അമ്മയുടെ ആവലാതിയോടുകൂടി അവളെ നോക്കി പറഞ്ഞു. എന്നാൽ അവൾക്ക് അതൊന്നും കഴിക്കാൻ തോന്നുന്നേയില്ലായിരുന്നു. ഉമിനീര് പോലും തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരുന്നു. അതോർക്കവേ അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. മോളെ, എന്താ, എന്തു പറ്റി? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവർ ആവലാതിയോടുകൂടി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. അമ്മ, എനിക്ക് ഒരുപാട് വണ്ണമാണോ? ഞാൻ തടിച്ചിയാണോ? അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടുകൂടി അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് അവരുടെ വയറ്റിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. ആരാ എൻ്റെ പൊന്നുമോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എൻ്റെ മോൾക്ക് എവിടെയാ വണ്ണം? അപ്പോൾ വണ്ണമുള്ള പെൺകുട്ടികളെ കണ്ട എന്ത് പറയും? അല്ലെങ്കിൽ തന്നെ വണ്ണത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നേ? മനസ്സ് നന്നായാൽ മതി. അവർ അവളുടെ നെറുകയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, ഇങ്ങോട്ട് നോക്ക്, പറയ്, ആരാ എൻ്റെ മോളെ തടിച്ചെന്ന് വിളിച്ചത്? അവർ ബലമായി അവളുടെ മുഖം പിടിച്ച് നേരെ വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഗിരിയേട്ടൻ. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ അവളെ നോക്കി നെറ്റിച്ചൊളിച്ചു. ആര്? നമ്മുടെ ഗിരിയോ? അവർ സംശയത്തോട് ചോദിച്ചു. അവൾ മൂളി. അതെന്താ ഇപ്പം അവൻ അങ്ങനെ പറഞ്ഞത്?
അവർ സംശയത്തോട് ചോദിച്ചു. അവൾക്ക് ഗിരിയെ ഇഷ്ടമായിരുന്നുവെന്നും അത് അവൾ ഇന്ന് അവനോട് തുറന്നു പറഞ്ഞതും അപ്പോൾ അവൻ തിരികെ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ അമ്മയോട് പറഞ്ഞു. അത് ചിലപ്പോൾ മോളെ എരികേറ്റാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല. അവർ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അല്ല, തമാശയല്ലമ്മ, മനഃപൂർവ്വം പറഞ്ഞതാ. എനിക്കറിയാം, എനിക്ക് ഭയങ്കര വണ്ണാ, എനിക്കറിയാം. പക്ഷേ അത് വേറെ ആര് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് വിഷമം വരില്ലായിരുന്നു. ഗിരിയേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ? എൻ്റെ ശരീരത്തെ കുറ്റം പറയണോ? എനിക്കെന്തെങ്കിലും അസുഖമാണോ അമ്മ ഞാനിങ്ങനെ വണ്ണം വെക്കുന്നത്? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി ചോദിച്ചു. ഏയ്, മോൾ എന്തൊക്കെയാ പറയുന്നേ? അതൊന്നും അല്ല. മോൾക്കറിയാലോ, അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ല വണ്ണം ഇല്ലേ? മോളുടെ അച്ഛക്കില്ലേ? കൊച്ചച്ഛനും വല്യച്ഛനും ഒക്കെ ഇല്ലേ? ആ ഒരു ശരീരപ്രകൃതിയാ മോൾക്കും. അതുകൊണ്ടാ, അല്ലാതെ ഒന്നുമില്ല. അവൻ എന്തേലും പറഞ്ഞു എന്ന് കരുതി മോളിങ്ങനെ ആവലാതിയോടുകൂടി ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, മോളത് മറന്നേക്ക് കേട്ടോ. അവർ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും മനസ്സില്ല മനസ്സോടെ അവളൊന്ന് മൂളി. മോള് വാ, അമ്മ കുറച്ച് ചോറ് വാരിത്തരാം, പട്ടിണി കിടക്കണ്ട. അവർ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടമ്മ, കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. അവൾ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ നല്ല മോളല്ലേ, നീ കഴിക്കാതെ അമ്മയ്ക്ക് എന്തേലും ഇറങ്ങോ? വന്ന് കുറച്ച് കഴിച്ചാൽ മതി. അവർ പറഞ്ഞതും അമ്മയ്ക്ക് വേണ്ടി എന്ന പോലെ അവൾ തലയാട്ടി. അമ്മ ചോറെടുത്ത് വെക്കാം, ഇറങ്ങി വരണേ. വാത്സല്യത്തോട് അവളോട് പറഞ്ഞതും അവൾ തലയാട്ടിയിരുന്നു. ക്രിസ്റ്റി ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് അവൾ കുളിക്കാൻ ബാത്റൂമിൽ കയറിയത്. അവൾ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി അലക്കാനുള്ള വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് ഷവർ ഓൺ ചെയ്യാനും അതിൻ്റെ ഓണാക്കുന്ന പൈപ്പൂരി അവളുടെ കയ്യിൽ വന്നു. ഷവറിൽ നിന്നും വെള്ളം ശക്തിയായി അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് വീഴാൻ തുടങ്ങി. ദൈവമേ, ചതിച്ചോ? ഇന്ന് അയച്ചാൻ എന്നെ കൊന്നത് തന്നെ. ഇതെങ്ങനെയാ തിരിച്ചു വെക്കുന്നേ? അവൾ തിരിച്ച് അത് അതിനകത്തേക്ക് വെക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. പക്ഷെ അത് തിരികെ അതിൽ ഫിറ്റ് ചെയ്യാനോ ഷവർ ഓഫ് ചെയ്യാനോ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. കർത്താവെ, വെള്ളം മുഴുവൻ പോവാണല്ലോ. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് നിന്നു. ഇച്ചാനെ തന്നെ വിളിക്കാം, അവൾ രണ്ടും കൽപ്പിച്ച് ചിന്തിച്ചു. അയ്യേ, എനിക്ക് ഡ്രസ്സില്ലല്ലോ. എങ്ങനെയാ ഈ നനഞ്ഞതുമായിട്ട് റൂമിലോട്ട് ഇറങ്ങുന്നേ? ആ, ഡ്രസ്സ് ഇടാം. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കുളിക്കാനെടുത്ത ടവൽ ശരീരത്തിലേക്ക് ചുറ്റി. പിന്നെ പുറത്തേക്കിറങ്ങി ഒരു ടോപ്പ് എടുത്തിട്ടു. ഇച്ചായ, ഇച്ചായ, അവൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് ഉറക്കെ അവനെ വിളിച്ചു. ടി വി കണ്ടുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് അവളുടെ വിളി കേട്ടതും ഞെട്ടിപ്പോയി. പിന്നെ ടി വി ഓഫ് ചെയ്തിട്ട് റൂമിലേക്ക് ചെന്നു. സെറ, റൂമിൽ അവളെ കാണാഞ്ഞതും അവൻ സംശയത്തോടെ വിളിച്ചു. ഞാൻ ഇവിടെയാ, ഇച്ചായ ഇങ്ങോട്ട് വാ, ദേ ഇത് ഊരിപ്പോയി. അവൾ ബാത്റൂമിൻ്റെ മറവിൽ നിന്നുകൊണ്ട് വിളിച്ചതും അവൻ സംശയത്തോടെ അകത്തേക്ക് ചെന്നു. അവൻ അങ്ങോട്ടേക്ക് ചെന്നതും അവൾ വാതിൽ തുറന്നുകൊണ്ട് അവനെ നോക്കി. അവൾ ഇട്ടിരുന്ന ടോപ്പ് നനഞ്ഞ് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഇച്ചായ, അവൻ്റെ കണ്ണുകളുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ ഉരുകിക്കൊണ്ട് അവൾ വിളിച്ചു. എന്നാൽ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവൻ ബാത്റൂമിലേക്ക് കയറി. അവൻ്റെ പുറത്തേക്ക് വെള്ളം ശക്തിയായിട്ട് വീണുകൊണ്ടിരുന്നു. അതവൻ്റെ ഷർട്ടിനെയും മുണ്ടിനെയും നനച്ചു. അവൾ അവൻ്റെ നോട്ടത്തിൽ വിറകൊണ്ട് പുറകിലേക്ക് മാറി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയിൽ തന്നെയായിരുന്നു. അവൾക്കാണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്ന് അറിയാത്തൊരവസ്ഥയും. മുഴുവൻ നനഞ്ഞ് ഒട്ടിയിരിക്കുകയായിരുന്നു അവൾ. ഇച്ചായ, വെള്ളം മുഴുവൻ പോവാ. അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ആ വെള്ളം തൻ്റെ ശരീരത്തെ നനച്ചു എന്ന് പോലും അവൻ അറിയുന്നത്. അവൻ പൈപ്പിന് നേരെ തിരിഞ്ഞു. ഇതിൻ്റെ ടാപ്പ് എവിടെ? അത് നോക്കിയിട്ട് അവൻ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു. ദേ, അവൾ അവന് നേരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവനത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. പിന്നെ എങ്ങനെയോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടാപ്പ് ഓഫ് ചെയ്തതും ഷവർ നിന്നു. ഹോ, അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യാന്ത്രികമായി പറഞ്ഞതും അവളുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവളും പെട്ടെന്ന് ആ നിമിഷം അവനെ നോക്കി. എന്താ? വീണ്ടും അവൻ്റെ നോട്ടം കണ്ട് അവൾ സംശയത്തോടെ പുരികം പൊക്കി ചോദിച്ചു. അത് കേട്ട് ഒന്നും മിണ്ടാതെ അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് ആകെ ഒരു ചളുപ്പ് തോന്നി. ഇച്ച, അവൾ ചളുപ്പോടെ വിറയലോടെ വിളിച്ചു. ദൈവമേ, ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ. ഇങ്ങേരുടെ നോട്ടം, എൻ്റെ കർത്താവേ, ഞാൻ എന്തിപ്പോൾ ചെയ്യാ? ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ഇച്ചാൻ ചിലപ്പോൾ എന്നെ മൊത്തത്തിൽ കാണും. കാശി കയറിയാൽ അങ്ങേര് പിശാശാണ്. അവൾ വിരൽ കടിച്ചുകൊണ്ട് ആലോചിച്ചു. എന്നാൽ അവളുടെ പരവേശവും വെപ്രാളവും ഒക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു.